ഹലോ ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഫിൽഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഫീൽഡ് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡബിൾ ഫിൽഡ് ആകുമ്പോൾ രണ്ട് സൈഡും ഫില്ല് ചെയ്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡബിൾ ഫിൽഡ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ റണ്ണിങ് സ്റ്റിച്ച് രണ്ട് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡബിൾ ഫിൽഡ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ ഇതിപ്പോൾ നീഡിൽ രണ്ട് എൻഡും ഞാൻ ഇതുപോലെ കിട്ടിയിട്ട് കൊടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പം ഡബിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ഈ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് താഴെ കൂടെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചിൽ കൂടെ അകത്തുകൂടെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് അടുത്ത അതിൽ കൂടെ താഴെ കൂടെ എടുക്കുന്നു. വീണ്ടും മുകളിലേക്ക് ഇതുപോലെ എടുക്കുന്നു. ഇതിപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഡിസൈനായിട്ട് അല്ലെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു പാറ്റേൺ ആണിത്. അപ്പോൾ നമ്മുടെ ടോപ്പിനോ അല്ലെങ്കിൽ ചുരിദാറിന് ചെയ്യുന്നത് ഏത് കളറാണെന്ന് വെച്ചാൽ ആ കോമ്പിനേഷനിൽ ത്രെഡ് വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. സിമ്പിളാണ്, നല്ല ഈസി ആയിട്ടങ്ങ് ചെയ്തെടുക്കാനും പറ്റും. ഉണ്ടോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡബിൾ ഫീൽഡ് ആക്കുന്നത് നമ്മൾ തിരിച്ച് ഒന്നുകൂടി ഇതുപോലെ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതുപോലെ ഇവിടുന്ന് കണ്ടോ ഇതുപോലെ എടുക്കും. അതുപോലെ ഇവിടുന്ന് മുകളിലേക്ക് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എല്ലാം എടുക്കുന്ന ഈ ത്രെഡിന് അടിയിൽ കൂടെയാണ് ഓരോ നീഡിൽ എടുക്കുന്നത്. ഇതുപോലെ ഇത് ഫിനിഷ് ചെയ്യാം. ഇനി ഇത് എൻഡ് ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സൂചി താഴേക്ക് എടുക്കാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ബോർഡർ കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നേരത്തെ നമ്മളെ മുന്നേ ഉള്ള സ്റ്റിച്ചിൽ കൂടെ എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഡിസൈൻ എൻഡ് ചെയ്യാം. നല്ല ഭംഗിയില്ലേ ഇത് കാണാം. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.